ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട ഡിയോ വണ്ടിയുടെ ഒരു ജനറലായിട്ടുള്ള സർവീസ് വീഡിയോ ആണ്. ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് അയച്ചാണ്. ബ്രേക്ക് ലൈനറൊക്കെ നമുക്ക് ഇതുമ്പോൾ യൂസ് ചെയ്തേക്കുന്ന കമ്പനി ലൈനറാണ്, ഒറിജിനൽ ലൈനർ തന്നെയാണ്. നമുക്ക് ആ ബ്രേക്കിൻ്റെ ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തേക്കാം കേട്ടോ. കാരണം മഴയാണ്, എന്തെങ്കിലും ആ മൂവ്മെൻ്റ് ഉള്ള ഭാഗങ്ങളൊക്കെ മെറ്റൽ പാർട്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ക്ലാവ് തുരുമ്പൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഇല്ലാതിരിക്കാനായിട്ട് ഒന്ന് അഴിച്ച് ഗ്രീസിങ് നടത്തിയിട്ടേക്കാം. പിന്നെ നമുക്ക് അതിൻ്റെ ഗിയർ ബോക്സിൻ്റെ നമുക്ക് ശരിക്കും എഞ്ചിൻ ഓയിലും ഗിയർ ഓയിലും സെപ്പറേറ്റ് വരാം. അപ്പോൾ ഈ ഗിയർ ഓയിലിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ലെവല് കുറവാണ്, തന്നെയല്ല അത്യാവശ്യം ഒരുവിധം കളർ ചേഞ്ച് കാണുന്നുണ്ട്. അതായത് അത് നമുക്കൊന്ന് ചേഞ്ച് ചെയ്തിട്ടേക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ വെള്ളത്തിൻ്റെ ഒരു അംശം പോലെയാണ് നമുക്ക് തോന്നുന്നത്. അതിനകത്ത് ചെറിയൊരു കളർ വേരിയേഷൻ വന്നേക്കുന്നുണ്ട്. മഴയത്ത് ഓടിയിട്ടേ ഒരു പക്ഷേ വെള്ളത്തിൻ്റെ പ്രസൻസ് വന്നേക്കാം. കാരണം അത് ഈ പൈപ്പിൻ്റെ ഉള്ളിൽ എങ്ങനെ വെള്ളത്തിൻ്റെ ഇത് കയറിയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്നാൽ കൈയോടെ അതൊക്കെ അഴിച്ച് മാറ്റിയേക്കാം. നമുക്ക് സംശയം വെച്ചിട്ട് ഓടിക്കേണ്ട. ഗിയർ ഓയിലൊക്കെ കംപ്ലയിൻറ്റ്, ഗിയർ വീലുകൾക്ക് കംപ്ലയിൻറ്റ്, ഓയിൽ സീൽ ബെയറിംഗ് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് കൈയോടെ അത് മാറ്റിയിട്ടേക്കാം. പിന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ എയർ ഫിൽറ്റർ നമുക്ക് ഇതുമ്പോൾ കിടക്കുന്നത് പുതിയ ഫിൽറ്ററാണ്, വലിയ പഴക്കമൊന്നും ആയിട്ടില്ല. ഒന്ന് തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി. ഹോണ്ടയുടെ കമ്പനി ഫിൽറ്റർ തന്നെയാണ്, ഒറിജിനൽ ഫിൽറ്ററാണ് കിടക്കുന്നത്. പിന്നെ നമുക്ക് അതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് അയച്ചിട്ടുണ്ട്. അതിൻ്റെ വേരിയേറ്റർ ബോഡി, റോളർ, ബോസ് ഡ്രൈവ് ഒക്കെയാണ്. പിന്നെ റോളറിനൊക്കെ തേമാനൊക്കെ ഉണ്ട്, പക്ഷെങ്കിലും ഔട്ടർ പൊട്ടുന്ന കണ്ടീഷനിലേക്കൊന്നും ആയിട്ടില്ല. അപ്പോൾ പരമാവധി നമുക്ക് ഉപയോഗിക്കാം. അടുത്ത സർവീസിലായാലും നമ്മൾ അതേപോലെ തന്നെ അയച്ച് ചെക്ക് ചെയ്യും. കൂടുതൽ പ്രശ്നമായിട്ട് തോന്നുകയാണെങ്കിൽ നെക്സ്റ്റ് സർവീസിൽ നമുക്ക് ഈ റോളറൊക്കെ ഒന്ന് മാറ്റേണ്ടി വരും കേട്ടോ. തേമാനം എന്ന് പറഞ്ഞാൽ ഇതുണ്ടോ, ഇതേപോലെ തന്നെ തേഞ്ഞ് പോയേക്കാൻ ഈ സൈഡൊക്കെ. അപ്പോൾ അത് കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ടൈം നമുക്ക് അടുത്ത സർവീസിൽ നമുക്ക് നോക്കിയിട്ടത് മാറ്റിയിടാം. പിന്നെ അതേപോലെ തന്നെ ക്രാങ്കിൻ്റെ സൈഡിലായാലും ക്ലച്ചിൻ്റെ ഭാഗത്തായാലും ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമുക്കതിൻ്റെ ബാക്കിൽ ആ CVT ക്ലച്ചിൻ്റെ ബെൽറ്റ് വർക്ക് ചെയ്യുന്ന ഭാഗമാണ്. ഇത് ഒറ്റ യൂണിറ്റ് പോലെ ഇങ്ങനെ നിൽക്കുന്ന ചെയ്യണമാണ്. ഇതിൻ്റെ ഉള്ളിലാണ് ബെൽറ്റ് വർക്ക് ചെയ്യുക. അപ്പോൾ ഈ തുരുമ്പിൻ്റെ ഇത് കണ്ടതുകൊണ്ട് തന്നെ നമ്മൾ അഴിച്ചിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ തന്നെ ഈ പിന്നുകളൊക്കെ ഒരു വിധം ടൈറ്റ് ആയിട്ടുണ്ട്, പ്ലേ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ആ പിന്നും അതിൻ്റെ റോളർ സെറ്റും റോളറുകളും മാറ്റിയിടാം. ഇതൊരു പിന്നും റോളർ ചെറിയ പാർട്സ് ആണെങ്കിലും അത് ഓരോന്നായിട്ട് തന്നെ. അപ്പോൾ അത് ചേഞ്ച് ചെയ്തിടാം. ഇതിൻ്റെ ഈ ഓയിൽ സീലൊക്കെ മാറ്റി ഓറിങ് മാറ്റി ഒന്ന് ഗ്രീസ് ചെയ്തിടാം. കാരണം ഞാൻ ഓൾറെഡി ചെറിയൊരു ടൈറ്റ് ഉണ്ടായിരുന്നു നമ്മൾ അഴിക്കുമ്പോൾ തന്നെ. പിന്നെ അതിൻ്റെ വെയിറ്റ് സെറ്റ് യൂണിറ്റാണ് അത്. ഓൾറെഡി ഈ പിന്നിനകത്ത് ടൈറ്റ് വന്നിട്ട് ചെറുതായി ഇങ്ങനെ വിടർന്ന് വരാനായിട്ടൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ പിന്നൊന്ന് ശരിക്കും പറഞ്ഞാൽ ഒന്ന് ക്ലീൻ ആക്കിയിട്ടേ ഒരല്പം ഗ്രീസിൻ്റെ ഒരു ടച്ച് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഒരു സ്മൂത്ത് വർക്കിങ്ങിലേക്ക് ആക്കിയിട്ടേക്കാം കേട്ടോ. പിന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ബെൽറ്റ് ഓൾറെഡി നമുക്ക് അത്യാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞേക്കാണ്. കാരണം പറയാൻ പറഞ്ഞാൽ ബെൽറ്റിൻ്റെ സെൻറ്റർ പോർഷൻ നോക്കുമ്പോൾ പൊട്ടൽ വന്നിട്ടുണ്ട്. കണ്ട ചില ഭാഗങ്ങളിൽ ഇച്ചിരി ഡീപ്പായിട്ടുണ്ട്. ഈ സൈഡൊക്കെ ഇച്ചിരി കൂടുതലായിട്ട് പൊട്ടിയിരിക്കണം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇച്ചിരി പൊട്ടൽ കൂടുതലാണ്. അത് മാറ്റിയിടാണെങ്കിൽ അതാണ് ബെറ്റർ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കട്ടൊക്കെ കൊണ്ട് ഓട്ടത്തിൽ തന്നെ പൊളിഞ്ഞു പോന്നാലേ പിന്നെ പെട്ടെന്ന് അരി പടപടയെന്ന് ബാക്കിയത്ത് പോയി വണ്ടി വഴി പെട്ടുപോകുന്നൊരു സിറ്റുവേഷനിലേക്ക് വരും. അപ്പോൾ അത്യാവശ്യം ഓട്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ബെൽറ്റ് യൂസ് ചെയ്യരുത്, നമുക്ക് മാറ്റി കളയാം കേട്ടോ. പിന്നെ കാർബറേറ്റർ നമ്മളൊന്ന് ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചാണ്. നമുക്ക് പൊല്യൂഷൻ്റെ ടൈം ആയിട്ടുണ്ട്, അപ്പോൾ പൊല്യൂഷൻ കൊടുക്കാനുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളതിൻ്റെ കാർബറേറ്റർ അഴിച്ച് നോക്കുമ്പോൾ സ്ലോ ജെറ്റൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലോക്കാണ്. അപ്പോൾ നമുക്ക് കാർബറേറ്റർ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാം. ഈ സ്ലോ ജെറ്റ് ഒന്ന് മാറ്റിയിടാം. ഏകദേശം ഒരു 70 അടുത്ത് താഴേക്കേ വരുള്ളൂ. അതൊന്ന് മാറ്റിയിട്ടിട്ട് ട്യൂണിങ് ആക്കി എടുക്കുക. കാരണം പ്ലഗൊക്കെ വലിയ പഴക്കമില്ലാത്ത പ്ലഗ്ഗാണ്. കാരണം ഞാൻ എയർ ഫിൽറ്റർ മാറ്റിയേക്കണ കൊടുത്തേക്കുന്ന പ്ലഗ് മാറ്റിയിട്ടാണ്. അപ്പോൾ പ്ലഗൊക്കെ അത് തന്നെ മതി. കാർബറേറ്റർ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്കതിൻ്റെ ആ സ്ലോ ജെറ്റ് മാറ്റി ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ആയിക്കോളും. പിന്നെ അതൊരു സെക്കൻഡറി ഫിൽറ്റർ എന്ന് പറയുന്ന യൂണിറ്റാണത്. ഈ ഭാഗത്താണ് എൻ്റെ ലൊക്കേഷൻ വരാം. അപ്പോൾ അത് ഫോം ടൈപ്പാണ്, അത് പൊളിഞ്ഞു പിടിക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ടേക്കാം കേട്ടോ. പിന്നെ വണ്ടി നമുക്ക് തള്ളണ സമയത്തൊക്കെ ഒരു ബലം, അത് വണ്ടി ഓടിക്കുമ്പോൾ ഒരു ബലം അനുഭവപ്പെടുന്നുണ്ട്. അതിൻ്റെ കാരണം വെച്ചാൽ ഫ്രണ്ട് ബ്രേക്ക് ഔട്ടർ വലിഞ്ഞിട്ട് ലോഡായേക്കാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ രണ്ട് കേബിളുകളായാലും നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഈ കേബിള് ശരിക്കും ഹാർഡായി പോയേക്കാണ്. അതിനുള്ളിൽ ഔട്ടർ വലിഞ്ഞിട്ട് ഇന്നർ കൂടെ കയറി വന്നേക്കാം. അപ്പോൾ ബ്രേക്ക് സ്മൂത്ത് അല്ല. കാരണം എന്ന് വെച്ചാൽ ഒരല്പം ലോഡായിട്ട് നിൽക്കണം. അത് നമുക്ക് വണ്ടി തള്ളുമ്പോൾ ആയാലും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടാണ്. ഓട്ടത്തിൽ പിന്നെ നമ്മൾ പെട്ടെന്ന് അറിയില്ല, എൻജിൻ ലോഡ് ചെയ്ത് വലിച്ച് പോയിക്കൊണ്ടിരിക്കും. നിർത്തിയിട്ട് തള്ളുമ്പോഴേക്കാണ് അതിൻ്റെ ആ ഒരു ഇത് മനസ്സിലാവും. അപ്പോൾ ആ കേബിളൊന്ന് മാറ്റിയിട്ടേക്കാം. ബ്രേക്ക് ലൈനറൊക്കെ നമുക്ക് തന്നെ മതി. ആ ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ അതിൻ്റെ ബുഷ് സെറ്റുകളൊക്കെ രണ്ടും കംപ്ലൈൻ്റ് ആണ് കേട്ടോ. കാരണം ഇത് കുഷ്യൻ അസംബ്ലിയുടെ ബുഷൊക്കെ ഫുള്ള് ഇങ്ങനെ അടർന്ന് പോകുന്ന കണ്ടീഷനിലാണ്. ഈ സൈഡൊക്കെ ആയാലും മൊത്തത്തിൽ അത് ഇടയ്ക്ക് കംപ്ലയിൻറ്റ് വരും കേട്ടോ. കാരണം ഇത് ആ മോഡൽ ആ റബ്ബർ ടൈപ്പ് പോലത്തെയാണത്. അത് ഇടയ്ക്ക് നമുക്ക് വന്ന കംപ്ലയിൻ്റ് ഒന്ന് അഴിച്ച് മാറ്റി റീസെറ്റ് ചെയ്യണം. അത് ശരിക്കും അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ അങ്ങനെയാണ്. പിന്നെയെന്ന് വെച്ചാൽ ഇത് ലിങ്കിൻ്റെ ബുഷായാലും ഫുള്ള് പോയി നിൽക്കണം. അപ്പോൾ അതും നമുക്ക് സെറ്റായിട്ട് മാറ്റേണ്ടി വരും. മാറ്റുമ്പോൾ രണ്ടിൻ്റെയും കൂടി ചെയ്യണം.
ബാറ്ററിയുടെ കണ്ടീഷൻ നമ്മൾ നോക്കുമ്പോൾ ബാറ്ററി 2022 ബാറ്ററിയാണ്, ആമറോണിൻ്റെ ബാറ്ററിയാണ്. അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്യുന്ന സമയത്ത് വോൾട്ട് നോക്കുമ്പോൾ വോൾട്ട് ലോ ആയിട്ടാണ് കാണിക്കുന്നത്. 8.6 ഇഞ്ചിലൊക്കെ തന്നെ. ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോഴും ബാറ്ററി ലോയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ബാറ്ററി ഒന്ന് അഴിച്ച് ചാർജിലേക്ക് ഇട്ടേക്കാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 2022 ബാറ്ററിയാണ്. കംപ്ലൈൻറ്റ് ഇപ്പോൾ ഫുൾ ചാർജ് ചെയ്തിട്ട് ചെക്ക് ചെയ്യുമ്പോൾ കംപ്ലൈൻറ്റ് കാണിക്കുമോ എന്നുള്ളത് ദിവസം അറിയില്ല. കാരണം ഇപ്പോൾ ലോ ആയിട്ടാണ് കാണിക്കുന്നത്. ഫുൾ ചാർജ് ചെയ്തിട്ട് ഒന്നും കൂടി നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് അതിൻ്റെ അവസ്ഥ എന്നുള്ളത്. പിന്നെ എൻജിൻ ഓയിൽ മാറുന്നുണ്ട്. ഓയിൽ നമുക്ക് ജനുവരിയിൽ മാറ്റിയാണ് ഓയിൽ. പിന്നെ അതിൻ്റെ സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല, കാരണം കിലോമീറ്റർ ഒന്നും വർക്കിംഗ് അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കിലോമീറ്റർ ബേസ് ചെയ്ത് നമുക്ക് നോക്കിയിട്ട് അറിയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ എന്തെങ്കിലും എൻജിൻ ഓയിൽ മാറ്റാം. കാരണം എൻജിൻ ഓയിൽ അത്യാവശ്യം ഒരുവിധ അഴുക്കിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ടേക്കാം. പിന്നെ നമുക്ക് ഈ കീ ഹോളിൻ്റെ ഇവിടുത്തെ ഈ റബ്ബറൊക്കെ ചടി പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തേക്കട്ടെ. ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പുണ്ട് ഈ സൈഡിൽ, അവിടെ ഒരു റബ്ബർ വരും. അപ്പോൾ അത് നമുക്കൊന്ന് പിടിപ്പിച്ചേക്കാം ഫോട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കൂടി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം കേട്ടോ. നോക്കിയിട്ടൊന്ന് റിപ്ലൈ പറയാം. ഈ ബെൽറ്റ് അടക്കമുള്ളൊരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ പറഞ്ഞാൽ മതി.